ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസിന് മൊഴി നൽകി സിനിമാ പ്രവർത്തകർ ഷാജി കൈലാസ്, സുരേഷ് കുമാർ, രഞ്ജി പണിക്കർ എന്നിവരാണ് മൊഴി നൽകിയത്. നാണയമായാണ് സ്വർണം നൽകിയത്. മൊഴി നൽകാൻ തയ്യാറാണെന്ന് മോഹൻലാലും സുരേഷ് ഗോപിയും വിജിലൻസിനെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പേർ സ്വർണം നൽകിയിട്ടുണ്ടോ എന്നറിയാനുള്ള ശ്രമങ്ങളും വിജിലൻസ് നടത്തും. ഇതിന്റെ ഭാഗമായി മാധ്യമങ്ങളിൽ പരസ്യം നൽകാനും വിജിലൻസ് ആലോചിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, ഈ വിജിലൻസിന് ഇന്നാണ് ഈ ഷാജി കൈലാസും സുരേഷ് കുമാറും രഞ്ജി പണിക്കരും ഒക്കെ ഈ മൊഴി നൽകിയത്. ഇനിയിപ്പോൾ മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മോഹൻലാൽ അടക്കമുള്ള പ്രമുഖരും അറിയിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ പേർ സ്വർണം നൽകിയിട്ടുണ്ടോ എന്നറിയാനുള്ള ശ്രമത്തിലാണ് വിജിലൻസ്. കൂടാതെ ഈ സ്വർണം നൽകിയവർ എത്ര പവനാണ് അല്ലെങ്കിൽ എത്രയാണ് നൽകിയത് എന്നറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഐശ്വര്യ, 27 പേരുടെ ലിസ്റ്റാണ് ദേവസ്വം ബോർഡിന്റെ കൈവശം ഇപ്പോൾ ഉള്ളത്. ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം നൽകിയ ആളുകളുടേതായി ദേവസ്വം ബോർഡിന്റെ പക്കലുള്ളത്. എന്നാൽ ഇതിൽ കൂടുതൽ ആളുകൾ ദേവസ്വം ബോർഡിലേക്ക് സ്വർണം നൽകിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു പരിശോധനയാണ് വിജിലൻസ് വിഭാഗം ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഷാജി കൈലാസിന്റെയും അതുപോലെ തന്നെ സുരേഷ് കുമാറിന്റെയും രഞ്ജി പണിക്കരുടെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ നൽകിയ സ്വർണത്തിന്റെ അളവടക്കം അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണ നാണയമായാണ് സ്വർണം നൽകിയത് എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് സുരേഷ് ഗോപിയും മോഹൻലാൽ അടക്കമുള്ളവരും ഈ സ്വർണം നൽകിയിട്ടുണ്ട്. അവർ മൊഴി നൽകാൻ തയ്യാറാണ് എന്ന കാര്യവും വിജിലൻസിനെ അറിയിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആഴ്ച അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തുകയും സ്വർണത്തിന്റെ അളവടക്കം രേഖപ്പെടുത്തുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ 27 പേരെ കൂടാതെ കൂടുതൽ പേർ സ്വർണം നൽകിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും വിജിലൻസ് പരിശോധിക്കുകയാണ്. ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് ഇക്കാര്യം പരിശോധിക്കണമെന്ന നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരുടെ പരിശോധന തുടരുന്നത്. വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളിലടക്കം പരസ്യം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ കൂടുതൽ പേർ സ്വർണം ഈ ശബരിമല കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ കൈവശമുണ്ടെങ്കിൽ അങ്ങനെയും അല്ലാതെയെങ്കിൽ വിവരങ്ങൾ അറിയിക്കാൻ കഴിയുന്നവർ വിവരങ്ങളായിട്ടും അറിയിക്കണമെന്ന കാര്യമാണ് ഇപ്പോൾ വിജിലൻസ് പരസ്യത്തിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ അത് സംബന്ധിച്ചുള്ള പരസ്യങ്ങൾ വിജിലൻസിന്റെ ഭാഗമായി മാധ്യമങ്ങളിൽ വരാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ പേർ സ്വർണം നൽകിയിട്ടുണ്ട് എന്ന പരിശോധനയിൽ വ്യക്തത വരുത്താനാണ് വിജിലൻസ് ശ്രമിക്കുന്നത്. അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ഇനി മോഹൻലാൽ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെയും മൊഴികൾ കൂടി രേഖപ്പെടുത്തും. മറ്റ് 27 പേരെയും കണ്ടെത്തി അവരുടെ മൊഴികളും എടുക്കാൻ വിജിലൻസ് തയ്യാറെടുത്തിട്ടുണ്ട്. ഈ 27 പേരുടെ ലിസ്റ്റ് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കൈവശം ഉള്ളത്. ശരി, രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.